പ്രശസ്ത താരം മമ്മൂട്ടിയുടെ മകനും അഭിനേതാവുമായ ദുൽഖർ സൽമാൻ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നു. വിദേശത്ത് നിന്ന്, അതായത് ഭൂട്ടാനിൽ നിന്നടക്കം വാഹനങ്ങൾ കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുകയും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ ആണ് പുറത്തുവരുന്നത്. ദുൽഖർ സൽമാൻ നേരിട്ട് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും, എന്നാൽ കൃത്യമായ രേഖകൾ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യതകൾ അന്വേഷണ സംവിധാനങ്ങൾ തള്ളിക്കളയുന്നില്ല. ഇത്തരത്തിൽ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ ധാരാളം സിനിമാ പ്രവർത്തകർക്ക്, ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ധാരാളം പരാതികളും കേസുകളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. ഇത് ശരിയായ രീതിയല്ല. ടാക്സും മറ്റു കാര്യങ്ങളും വെട്ടിച്ച് അന്യരാജ്യത്ത് നിന്ന് ഇത്തരം വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്ന ഈ രീതി ഒട്ടും അഭിലഷണീയമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെതിരെ, ദുൽഖർ സൽമാനെതിരെയുള്ള നടപടികളുമായി അന്വേഷണ സംഘങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനം കടത്തിയ കേസിൽ അന്വേഷണ സംഘം ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. നേരത്തെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതാണ്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ കൂടുതൽ വാഹനങ്ങൾ ദുൽഖറിന്റെ പക്കൽ ഉണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. 4 വാഹനങ്ങൾ കൂടി അന്വേഷണ പരിധിയിലുണ്ട്. ഈ വാഹനങ്ങളുടെ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവ പരിശോധിച്ച ശേഷം ഇദ്ദേഹത്തെ ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന് തന്നെ അറിയുന്നു. കേസിൽ ഇന്നലെ കസ്റ്റംസ് ദുൽഖറിനെ ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യൽ 7 മണിക്കൂറാണ് നീണ്ടത്. നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങളാണ് താൻ വാങ്ങിയത് എന്നറിയില്ലായിരുന്നു എന്നാണ് ദുൽഖർ കസ്റ്റംസിന് നൽകിയ മൊഴി. വാഹന കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധമില്ല, കൈവശമുള്ള വാഹനങ്ങൾക്ക് കൃത്യമായ രേഖകൾ ഉണ്ട് എന്നും ദുൽഖർ അവകാശപ്പെടുന്നു. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട റെയ്ഡിനിടെ ദുൽഖറിന്റെ നിസാൻ പെട്രോൾ, ഡിഫൻഡർ, ലാൻഡ് ക്രൂയിസർ വാഹനങ്ങൾ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നാണ് നിസാൻ പെട്രോൾ പിടിച്ചെടുത്തത്. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൽ ഉപയോഗിച്ച വാഹനമായിരുന്നു ഇത്. ഇതിൽ ഡിഫൻഡർ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് ദുൽഖർ കോടതിയെ സമീപിച്ചു. പിന്നാലെ ദുൽഖറിനെതിരെ കസ്റ്റംസ് കോടതിയിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ഡിഫൻഡർ വിട്ടു നൽകുന്നത് പരിഗണിക്കണം എന്നായിരുന്നു ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കിയത്. കസ്റ്റംസ് നിയമത്തിലെ 110A പ്രകാരം അന്വേഷണ പരിധിയിലുള്ള വാഹനങ്ങൾ ഉടമകൾക്ക് വിട്ടു നൽകാൻ കഴിയുമെന്നും വാഹനങ്ങൾ വിട്ടു നൽകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം രേഖാമൂലം അറിയിക്കണമെന്നുമായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. താൽക്കാലികമായി ആ ഒരു സംഭവത്തിൽ അനുകൂല നിലപാട് ഉണ്ടായെങ്കിലും തുടർന്നും കസ്റ്റംസ് ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പറേഷൻ നുംഖോറിൽ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ബംഗാളിലെ ജയ് ഗാവോൺ സ്വദേശിയായ ബിശ്വദീപ് ദാസ് ഉൾപ്പെടെ 5 പേരെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും വലിയ ഒരു റാക്കറ്റ് തന്നെയാണ് ഇത്. ദുൽഖർ അതിൻ്റെ ഭാഗമാണോ, നേരിട്ടുള്ള ഭാഗമാണോ എന്നതിനെക്കുറിച്ച് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ദുൽഖർ പറയുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകളും വേണ്ടി വന്നാൽ ദുൽഖറിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കസ്റ്റംസ് നൽകുന്നത്.